നമസ്കാരം. വെൽക്കം ടു നിതു Indo-Italian ഡിഷസ്. സിമ്പിൾ ആയിട്ട് ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ. ഇന്ന് ഞാൻ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേന് പലരും പറയാറുണ്ട് അതിൽ റെസ്റ്റോറൻറ്റിലെ പോലെ മസാല വരാറില്ല എന്നൊക്കെ. പക്ഷേ മസാലയുടെ അധികം എരിവും തോന്നാതെ എങ്കിലും മസാല അതിൽ ആവശ്യത്തിലേറെ പിടിച്ച് ഉള്ള ഒരു ചിക്കൻ ഫ്രൈ. അതാണ് സിമ്പിളാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാൻ 1.5 കിലോ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഓരോ ഐറ്റംസ് ഏതാണെന്ന് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുമ്പോൾ പറയാം ഇതിനാവശ്യമുള്ള പൊടികൾ എന്തും വേണ്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ 1.5 കിലോ ചിക്കൻ നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറത്ത് കൊഴുപ്പ് അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തുവാ പറയുന്നത് നെയ്യ് പോലെ മഞ്ഞ കളറിലുള്ള സാധനം എല്ലാം റിമൂവ് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസസ് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ലാസ്റ്റ് ഉപ്പും ഇതിൻ്റെ മസാലകളും എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. പക്ഷെ ഇപ്പം അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പിരിയമുളക് പൊടി. പിരിയമുളക് പൊടി ആകുമ്പോൾ നല്ലതാണ്, കാരണം വേറെ ഒന്നുമല്ല അധികം എരി ഉണ്ടാകത്തില്ല, എന്നാൽ നല്ല കളർ കിട്ടുകയും ചെയ്യും. കാൽ സ്പൂൺ സാധാരണ മുളക് പൊടി, അതിന് എരി ഉള്ള മുളക് പൊടി. മുക്കാൽ സ്പൂൺ ഗരം മസാല പൊടിച്ചത്, നമ്മൾ സാധാരണ ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന ഗരം മസാല പൊടിച്ചത്. 4 സ്പൂൺ ജീരകം. ഇത് കൂടാതെ 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് ജിഞ്ചറും ഗാർലിക്കും കൂടെ ഒന്നിച്ച് മിക്സിയിൽ എണ്ണ തൂത്ത് അരച്ചെടുത്തത്, എണ്ണ ഒഴിച്ച് അരച്ചെടുത്തത്. കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരിക്കലും വെള്ളം ഒഴിച്ച് ഉണ്ടാക്കരുത്, പകരം എണ്ണ ഒഴിച്ച് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുവേ. 1.5 ടീസ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ, ഇതിന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇപ്പോൾ കുറച്ച് 1.5 കിലോ ചിക്കൻ അല്ല ഉള്ളൂ, അപ്പോൾ ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. മുറി നാരങ്ങ ഒഴിക്കുന്നത് ഈ ചിക്കൻ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. 1/2 മുറി നാരങ്ങ പിഴിഞ്ഞത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് നമുക്ക് സ്പൂണും വെച്ച് ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിക്കാമേ. എല്ലാം നന്നായിട്ട് ചേർത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇനി ഇതൊരു 1/2 മണിക്കൂർ ഇരുന്ന് നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ ചിക്കൻ മുഴുവൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 3/4 മണിക്കൂറോളമായി. 1/2 മണിക്കൂറിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ഒരു 10-3/4 മണിക്കൂറോളമായി. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എനിക്കൊരു ഫ്രയറുണ്ട്, ആ ഫ്രയറിലാണ് ഞാൻ വറക്കുന്നത്. ഇത് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ നല്ല വാവട്ടമുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ ഏതെങ്കിലും നല്ല അടിക്കട്ടിയുള്ള നമ്മൾ വറുത്തെടുക്കുന്ന പാത്രത്തിൻ്റെ അകത്തോട്ടിട്ടായാലും വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എടുത്തത് ഇതിന് ചിക്കനും പൊട്ടറ്റോയും ഫിഷും ഓരോന്നും ഫ്രൈ ചെയ്യാൻ അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഫ്രയറിൽ വറക്കുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് അത് കറക്റ്റ് ടെമ്പറേച്ചറിൽ തന്നെ അത് വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് സാധാരണ നമ്മൾ വറക്കുമ്പോൾ അവിടെയൊക്കെ തെറിക്കുമല്ലോ. ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവമാണ്, ഇത് തെറിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇങ്ങനെ നമ്മുടെ ചീനച്ചട്ടിയിൽ വറുത്തെടുത്താലും മതി. അപ്പം ഞാനിത് വറക്കാനായിട്ട് ഫ്രയർ തുറന്നിട്ട് ഇതിലേക്ക് ചിക്കൻ എല്ലാം ഒന്ന് ഇതിലേക്കൊന്ന് എടുത്ത് വെക്കട്ടെ. ഈ ഫ്രയറിനൊരു എനിക്കൊന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഇതിന് ഞാനെന്നാൽ എങ്കിലും ഒന്ന് പറയാം. ഈ ഫ്രയറിനൊരു റാക്കറ്റ് ഉണ്ട്. ഈ റാക്കറ്റിലോട്ട് നമുക്ക് ചിക്കൻ മുഴുവനൊന്ന് പെറുക്കി വയ്ക്കാം, നിരത്തി വയ്ക്കാം. ഇപ്പോൾ പകുതി ചിക്കന് ഇതിൽ
ഒരു വട്ടം പറ്റത്തുള്ളൂ വറക്കാനായിട്ട്. അപ്പം എണ്ണ തിളച്ച് വെച്ചേക്കുവാണ്ട് അതിൻ്റെ അകത്തോട്ട് ഞാനിത് പകുതി എടുത്തേക്കുന്ന ചിക്കൻ അങ്ങ് ഇറക്കുക. ഇത് ചിക്കന് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഇവർ ഫ്രൈ ആയി വരാൻ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് പറയുന്നത്. അപ്പം 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കഴിഞ്ഞ് തെറുക്കാതിരിക്കാൻ ഇത് വെച്ചങ്ങ് അടച്ച് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് വെന്ത് വരും. നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം, ഇട്ടിട്ടങ്ങ് പോകത്തില്ല. അതിപ്പം നമ്മൾ ചീനച്ചട്ടിയിലാണ് വറക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നോക്കണമല്ലോ. ഇത് ഈസിയായി ഇത് വെച്ച് വറക്കാൻ. ഇതിന് പിന്നെ ഒരു ഗുണകൂടുണ്ട്. അപ്പം നമുക്ക് പെരയ്ക്കകത്ത് വെച്ച് വറക്കണ്ടായെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പ്ലഗ് ഉണ്ടെങ്കിൽ പുറത്ത് പ്ലഗേ കുത്തി വെച്ച് പുറത്ത് വറക്കാം. അപ്പോൾ നമ്മൾ പെരയ്ക്കകത്ത് ഒട്ടും മണം വരത്തില്ല. ചിലപ്പം മിക്കപ്പോഴും ഫിഷൊക്കെ വറക്കുമ്പോഴത്തേക്കിനും ഒട്ടും മണം പെരയ്ക്കകത്ത് വരാതിരിക്കാൻ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്കിത് നല്ല യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇത് വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് പൊക്കിയെടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താമേ. ഇപ്പം നമ്മൾ അടുത്ത് സെക്കൻഡ് സ്റ്റെപ്പ് റാക്കറ്റിലോട്ട് വെച്ചു. ഇനി ഇത് എണ്ണയിൽ വെച്ച് വറുത്തെടുക്കാമേ. ഇനി അടപ്പങ്ങ് അടച്ചേക്കാം. ലെയറും ഞാൻ വറുത്ത് കൂരി ഇതിങ്ങ് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് ആക്കാവേ. എണ്ണയിൽ തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 സലാഡിൻ്റെ മുളക്, അധികം എരിവൊന്നുമില്ലാത്ത, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്ത് ഈ എണ്ണയിൽ തന്നെ ജസ്റ്റ് ഒന്ന് മുക്കി. ഇത് സലാഡിൻ്റെ മുളകായിട്ട് പെട്ടെന്നാകും. അപ്പോൾ അതുകൂടെ എടുക്കാം. വറുത്തെടുത്തതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ഗ്രീൻ ചില്ലിയുടെ ഫ്രൈ ചെയ്തെടുത്തു. അതുകൂടെ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് എരിയൊന്നും ഇല്ലാത്ത മുളകാണേ, കാരണം സലാഡിന് ഉപയോഗിക്കുന്ന മുളക്, അപ്പോൾ അധികം എരിയില്ല. ഇപ്പം നമ്മളുടെ ഫ്രൈഡ് ചിക്കനും പൊട്ടറ്റോ ചിപ്സും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പൊട്ടറ്റോ ചിപ്സ് ഞാൻ ആ സെയിം ഓയിലിൽ തന്നെ വറുത്തെടുത്തു. അപ്പോൾ ഫ്രൈഡ് ചിക്കനും പൊട്ടറ്റോ ചിപ്സും റെഡി ആയിട്ട് വന്ന് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഈ ചിക്കന് ഇതുപോലെ കാണാതെ മസാലയെല്ലാം ഏറെ പിടിച്ചേക്കുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ എന്നാൽ ഒത്തിരി സ്പൈസി അല്ല, ഒത്തിരി അങ്ങ് സ്പൈസും അല്ല. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ഡിഷാണെന്ന് ഞാൻ കരുതുന്നു. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പം അടുത്ത ഒരു നല്ല സ്പെഷ്യൽ വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.